ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GQ TV. മാർക്കോ മോളിവുഡിൻ്റെ ഏറ്റവും വയലൻ്റ് മൂവി എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്യുകയും പിച്ച് ചെയ്യുകയും ചെയ്ത മാർക്കോ ഇന്നലെ UK-ലും റിലീസ് ചെയ്യുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ UK-ലും റിലീസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അത് കാണാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി. നമുക്കിവിടെ ഒരു ഷോ ആയിരുന്നു, ഞാൻ താമസിക്കുന്ന ലിവർപൂളാണ്, ഇവിടെ ഒരു ഷോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഷോ തന്നെ കാണാൻ പോയി. കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ പറയുന്നത്. ബോസ് ആൻഡ് കോ എന്ന സിനിമയ്ക്ക് ശേഷം ഹനീഫ് അദേനി സംവിധാനം ചെയ്ത സിനിമയാണ് മാർക്കോ. ബോസ് ആൻഡ് കോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അൾട്രാ ഡിസാസ്റ്ററായി മാറിയൊരു സിനിമയാണ്. അതിനുശേഷം വന്നിട്ട് പോലും മാർക്കോ എന്ന സിനിമയ്ക്കുണ്ടായിരുന്നൊരു ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഹ്യൂജാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, മിഖായൽ എന്ന സിനിമയിൽ മാർക്കോ എന്ന ക്യാരക്ടറിന് കിട്ടിയ ഒരു 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 ജനപ്രീതി ഉണ്ടല്ലോ, അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഈ ഹൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഈ ഹൈപ്പ് ജനറേറ്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവർ മാർക്കറ്റ് ചെയ്ത രീതിയാണ്. കാരണം ഇത് മോസ്റ്റ് വയലൻറ്റ് മൂവി ഫ്രം മോളിവുഡ് എന്ന രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്തത്. സോ അത് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോസ്റ്റ് വയലൻറ്റ് മൂവി ഇൻ മോളിവുഡ് എന്നല്ല ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടത്, മോസ്റ്റ് വയലൻറ്റ് മൂവി എവർ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും വയലൻറ്റ് സീൻസുള്ള ഒരു ഇന്ത്യൻ ആക്ഷൻ മൂവി ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മാർക്കോ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന ആ ഭാഗം കാണുമ്പോൾ തന്നെ, അതായത് നമ്മുടെ ക്രെഡിറ്റ്സ് എല്ലാം എഴുതി കാണിച്ച് മാർക്കോ എന്നുള്ള ടൈറ്റിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ മൂവിയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി. സോ വളരെ നല്ല ക്വാളിറ്റിയിലുള്ള മേക്കിംഗ് ആയിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് തരുന്നൊരു സൂചനയാണ് ആ ടൈറ്റിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അത് നല്ല കിടിലനായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക് കുറേ പേര് പറയുന്നത് കേട്ടായിരുന്നു, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ച് ലാഗ് ഉണ്ട്, കാരണം ആക്ഷൻ ബ്ലോക്സ് ഒക്കെ കുറവാണ്. സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് ഫുൾ ആക്ഷൻ ബ്ലോക്ക്. അതാണ് ഒരു പ്രോപ്പർ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് കുറേയധികം പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ പക്ഷേ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി, ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയിരുന്നു. നമ്മുടെ ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് തരികയായിരുന്നു അവർ ചെയ്തത്. പക്ഷേ അതെനിക്ക് പ്രോപ്പറായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം എനിക്ക് ആ ഒരു സെറ്റിങ്, ആ ഒരു കൈൻഡ് ഓഫ് സെറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതേ മോഡൽ ഒരു സെറ്റിങ്ങാണ് നമ്മുടെ ഭീഷ്മപർവം എന്നുള്ള സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ഫാമിലി, ആ ഫാമിലിയുടെ സെറ്റിങ്, ആ ഫാമിലിയുടെ ഒരു മൊത്തത്തിലുള്ള രീതി, അതൊക്കെ എനിക്ക് ഭയങ്കര വർക്കാകുന്നൊരു സംഭവമാണ്. അതേപോലെ തന്നെ മാർക്കോയിലുണ്ട്. മാർക്കോയിൽ ആ ഒരു ഫാമിലിയെക്കുറിച്ച് കാണിക്കുന്നതും ഫാമിലിയുടെ മെയിൻ ആളിനെ കുറിച്ച് കാണിക്കുന്നതും ആ ഫാമിലിയിലുള്ള ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ തോന്നി. ഈ മൂവിയിൽ എടുത്തു പറയേണ്ടത് മെയിനായിട്ട് പെർഫോമൻസ് ഉണ്ട്. പെർഫോമൻസിൽ ആദ്യം തന്നെ പേര് പറയേണ്ടത് ഉണ്ണിമുകുന്ദനാണ്, ഓഫ് കോഴ്സ്. കാരണം മാർക്കോ എന്ന ക്യാരക്ടറിന് നമ്മുടെ മനസ്സിലുള്ളൊരു ഹൈപ്പുണ്ട്, അതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ. വളരെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ചോയ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ ആ ഒരു നിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു സ്റ്റൈൽ ആൻഡ് സ്വാഗ് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഈ ഒരു അറ്റയറിൽ, ഈ ഒരു ക്യാരക്ടറിൽ പുള്ളിയുടെ നടപ്പും നിപ്പും പരിപാടി എല്ലാം സൂപ്പറായിട്ടുണ്ട്. പുള്ളി പക്ക പെർഫെക്റ്റ് മാർക്കോ മെറ്റീരിയലാണ് പുള്ളി. സോ അങ്ങനെ തോന്നി. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ബ്ലൈൻഡായിട്ട് ആക്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്ടറുണ്ട്, എനിക്ക് ആളുടെ പേരറിയില്ല, വിക്ടർ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളി കിടലിനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് വർക്കാകും. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത്, ഒരുപാട് പേരുണ്ട്, പക്ഷേ എനിക്ക് തോന്നിയ ആൾക്കാരുടെ മാത്രം ഞാൻ പറയുകയാണ്. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സിനെ മാത്രം പറയുകയാണ്. ഒന്ന്, ജഗദീഷ് ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, അത് പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെ നമ്മളിതുവരെ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ജഗദീഷ് ചേട്ടൻ്റെ കുറച്ച് മാനറിസങ്ങളും ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് രണ്ട് വില്ലന്മാർ, കാരണം ഇതിലെല്ലാം വില്ലന്മാരാണ് എങ്കിലും രണ്ട് മെയിനായിട്ട് ആൻറ്റഗോണിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് ഷമ്മി തിലകൻ്റെ മകനാണ്, പുള്ളിക്കാരനും നല്ല നീറ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നൊരു പാർട്ടിയുണ്ട്, കബീർ സിംഗ്. പുള്ളി ഒരു ബ്രൂട്ടൽ വില്ലനാണ്, ഒരു കില്ലാടി വില്ലനാണ് പുള്ളി ചെയ്യുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ. മൂവിയുടെ മെയിൻ ഒരു അഡ്വാൻറ്റേജാണ് ഇതിൻ്റെ ഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നന്നായിട്ട് വർക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഫൈറ്റ് കൊറിയോ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു ഇൻ്റർവെല്ലിനോട് ചേർന്നിരിക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ്. അത് പുഷ്പ 2 സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റുമായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ട്. ചെറിയ സാമ്യമല്ല, കുറച്ച് സാമ്യമുണ്ട്. പക്ഷേ പുഷ്പ സിനിമയിലെ ഫൈറ്റിനേക്കാളും എനിക്കിതാണ് വർക്കായത്. കാരണം മറ്റേത് ഭയങ്കര ഓവർ ദ ടോപ്പാണ്, ഇത് കുറച്ചുകൂടെയൊക്കെ റൂട്ടറാണ്. ഇത് ഓവർ ദ ടോപ്പ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇതും ഓവർ ദ ടോപ്പ് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ റൂട്ടഡാണ്. പിന്നെ ആ മേക്കിംഗ് സ്റ്റൈല് എനിക്ക്
മാർക്കോടെയാണ് ഇഷ്ടപ്പെട്ടത്. സോ പുഷ്പ 2 എനിക്കത്ര വർക്കായൊരു സംഭവമല്ല. സോ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫൈറ്റ് ഒരു മോഡൽ സെയിം ആയതുകൊണ്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വർക്കായത് മാർക്കോടെ ഫൈറ്റാണ്. സോ ഇൻ്റർവെല്ലിനോട് ചേർന്നുള്ള ഫൈറ്റ് അടിപൊളിയാണ്. അതേപോലെ തന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു സ്റ്റെപ്പ് ഫൈറ്റ് ഉണ്ട്, ഒരു സിംഗിൾ ടേക്കിൽ പോകുന്നൊരു ഫൈറ്റ് ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പെർഫോം ചെയ്ത ആക്ടേഴ്സ് ഉൾപ്പെടെ ആ ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ യൂണിറ്റിലുള്ള എല്ലാവരും ചേർന്ന് ഭയങ്കര എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ എടുക്കാൻ പറ്റുള്ളൂ. സോ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ക്ലൈമാക്സിലെ ഫൈറ്റ് എന്ന് പറയുമ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിയോ ക്ലൈമാക്സിലൊരു 1 vs 100 എന്ന് പറയുന്നൊരു സംഭവമില്ലേ, ഏകദേശം ആ ഒരു ഫോർമാറ്റിൽ വന്നിട്ട് അതിൻ്റെ വേറൊരു വെർഷൻ, വേറൊരു ടൈപ്പ് വെർഷനാണ് ക്ലൈമാക്സിൽ വന്നിരിക്കുന്നത്. അതും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ തുടങ്ങിയത് അതിൻ്റെ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് നമ്മളെ ക്യാരക്ടറൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മളെ അതിനകത്തോട്ട് ഒരു വലിച്ചിട്ടുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ആക്ഷനിലോട്ട് തന്നെ ഫോക്കസ് ആയപ്പോൾ ആ സ്റ്റോറിയുടെ ഗ്രിപ്പ് അങ്ങ് പോയാലും എനിക്ക് തോന്നിയായിരുന്നു. കാരണം ആ വന്നേക്കുന്ന സംഭവം കുറച്ചങ്ങ് ലൂസായി ഫുൾ ആക്ഷൻ ബ്ലോക്കിലോട്ട് കൺവേർട്ട് ആയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. സോ അതൊരു സ്റ്റോറി വൈസ് അല്ലെങ്കിൽ ഒരു ഹോൾ മൂവി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ മൈനസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു ഇച്ചിരി ലൂസായി. ഇവിടെ ആക്ഷൻ മെയിനായിട്ട് വേണം എന്നുള്ളതുകൊണ്ട് അത് വിസിബിളായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് സിനിമയുടെ. പ്ലസ് മാത്രമല്ല ഞാൻ പറയുന്നത്, മിക്സ് ചെയ്താണ് ഞാൻ പറയുന്നത്. ഒരു ആദ്യം കുറേ പ്ലസ് പറഞ്ഞ് പിന്നെ കുറേ മൈനസ് പറയുന്ന രീതിയിലല്ല, ഞാൻ മിക്സ് ആയിട്ടാണ് പറയുന്നത്. സോ അതെനിക്ക് അത്ര വർക്കായിട്ടില്ല. പിന്നെ വയലൻസ് സീക്വൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്രൂട്ടൽ വയലൻ്റാണ് കുറേയധികം സീൻസ്. ചിലതൊക്കെ ഞാൻ വയലൻ്റ് മൂവി കാണുന്നതാണ്, എനിക്കിങ്ങനെ കാണുമ്പോൾ കണ്ണ് പൊത്തുന്ന പരിപാടി എനിക്കില്ല. സോ എനിക്കത് കണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ആ മൂവിയിലോട്ടാണ് കൂടുതലായിട്ട് ഇന്നായിരിക്കുന്നത്. അല്ലാതെ മൂവിയിൽ ഇന്നായിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കി എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് അയ്യോ നമുക്ക് തോന്നാറില്ല. ഫുൾ മൂവി എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ അടുത്തിരിക്കുന്നവരും പ്രത്യേകിച്ച് ഫാമിലി, അതായത് കപ്പിളായിട്ട് വന്നിരിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടിരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് പോപ്കോൺ മേടിക്കാൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര വയലൻ്റാണിത്, ഭയങ്കര കാണാൻ ഭയങ്കര പാടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ തോന്നുന്നവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളവർ പോകാതിരിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കാരണം അവർക്കുള്ള മൂവിയല്ല, തീർച്ചയായിട്ടും അവർക്കുള്ള മൂവിയല്ല. പക്ഷേ ആക്ഷൻ സീക്വൻസ്, ആക്ഷൻ സീക്വൻസ് ഇഷ്ടപ്പെടുന്നവരും വയലൻസ് ഒക്കെ കണ്ടാലും കുഴപ്പമില്ലാത്തവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ അറ്റൻഡ് ചെയ്യാവുന്ന മൂവി തന്നെയാണ്. കാരണം ഇത് തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ BGM, അതിൻ്റെ ഫൈറ്റ്സ്, അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി, പ്രൊഡക്ഷൻ ക്വാളിറ്റി പക്കയായിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് ഓവറോൾ മാർക്കയെക്കുറിച്ച് എനിക്ക് തോന്നിയത്. പിന്നെ തോന്നിയ നെഗറ്റീവ് എന്ന് പറയുന്നത്, മാർക്കോടെ വൈഫായിട്ട് അഭിനയിച്ച ആക്ട്രസിൻ്റെ പെർഫോമൻസിനെ അല്ല, ആ ആക്ട്രസിൻ്റെ ഒരു ആർക്കുണ്ട്, ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്നത് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത പോലെ തോന്നി. പിന്നെ സിദ്ദിഖിക്ക അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിദ്ദിഖിക്കായ നമുക്കറിയാമല്ലോ, നമ്മുടെ മികാലി കണ്ടതാണ്. മികാലി തന്നെ പുള്ളിക്കാരൻ കിടിലനായിരുന്നു. ഇതിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ സെയിം ക്യാരക്ടറാണ് മികാലിൻ്റെ, ഓഫ് കോഴ്സ് സ്പിൻ ഓഫ് ആണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ആ സെയിം ക്യാരക്ടർ തന്നെയാണ്, അത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂവി ഡെഫിനറ്റ്ലി നോട്ട് ഫോർ ഓൾ. അത് പ്രൊഡക്ഷൻ ടീം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം 18+ ആണ് ഒന്നാമത്തെ കാര്യം. 18+ ഉള്ള എല്ലാവരും കാണണമെന്നില്ല. കാരണം 18+ കഴിഞ്ഞ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളവരും വയലൻസ് ഇഷ്ടമില്ലാത്തവരും തീർച്ചയായിട്ടും ഈ സിനിമ കാണാനായിട്ട് അവിടെ പോവുകയേ വേണ്ട എന്നേ പറയാറുള്ളൂ. സോ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ ലവേഴ്സ്, വയലൻറ്റ് സീൻസൊക്കെ കണ്ടാലും പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു മൂവി തന്നെയാണ് മാർക്കോ. സോ ആസ് എ ഹോൾ മൂവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലോസ് ഉണ്ട്, തീർച്ചയായിട്ടും കുറച്ച് ഫ്ലോസ് ഉണ്ട്. സോ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇത് മലയാളത്തിലൊരു ബെഞ്ച് മാർക്കാണ്. മോളിവുഡിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് പറയാം. ഇന്ത്യൻ സിനിമയൊന്നും നമ്മളെടുത്ത് പറയുന്നില്ല, മോളിവുഡിലെ ഒരു ബെഞ്ച് മാർക്കാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ള വേറൊരു മലയാള സിനിമയില്ല. സോ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സംഭവം നടക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഈ സിനിമയെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വാല് പിടിച്ചുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ ഇനിയും സിനിമ എടുത്ത് ആളെ കയറ്റാമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതേ ഫോർമുല എല്ലാ തവണ വർക്ക് ആവണമെന്നില്ല. സോ
അങ്ങനെ ചുമ്മാ വർക്കാക്കിയെടുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ സിനിമ എന്താണോ അവർ പ്രോമിസ് ചെയ്തത് അത് അവർ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ടാർഗറ്റഡ് ഓഡിയൻസ് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് നമുക്കിപ്പം അവരുടെ റിവ്യൂസ് കണ്ടാലും അല്ലെങ്കിൽ റെസ്പോൺസ് കണ്ടാലും നമുക്ക് മനസ്സിലാകുന്നതാണ്. സോ ഈ സിനിമ വന്നു, എൻജോയ് ചെയ്യുക. അതായത് സിനിമയായിട്ട് കാണുക. അതല്ലാതെ വയലൻസ് പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു വേറെ തലത്തിലോട്ടൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതൊരു സിനിമയാണ് എന്നുള്ളത് മനസ്സിലാക്കി കാണുക. പക്ഷെ മലയാളി ഓഡിയൻസൊക്കെ പൊതുവേ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് സിനിമ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനെ ഒരു ഗോഡ് ലെവൽ ഫാൻ ബേസോ അങ്ങനെ ഒരു ഫാൻഡം ഒന്നും നമ്മുടെ ഇവിടെ ഇല്ല. അതെനിക്ക് തോന്നിയിട്ടില്ല. സോ അത് വളരെ നല്ല കാര്യമാണ്. സിനിമ ഇങ്ങനെ എൻജോയ് ചെയ്യുക. സിനിമയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി മാർക്കോ കാണാം. പിന്നെ ഇതുമായിട്ട് കമ്പയർ ചെയ്തിരുന്ന മൂവി എന്ന് പറയുന്നത് ഒന്ന്, അതായത് വയലൻറ്റ് നേച്ചറുള്ള ഇതിനു മുമ്പേ ഉണ്ടായ ഇന്ത്യൻ സിനിമാസ് എന്ന് പറയുന്നത് ഒന്ന് കില്ല്, ഒന്ന് ആനിമലുമാണ്. ആനിമൽ ഒന്നും എനിക്കങ്ങനെ ഒത്തിരി വയലൻറ്റ് മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വയലൻറ്റ് നേച്ചറുള്ള ഒരാളാണ് എന്നുള്ളതല്ലാതെ ആ സിനിമയിൽ ഒരുപാട് വയലൻറ്റ് സീൻസ് കാണിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കില്ലെന്ന മൂവിയിൽ തീർച്ചയായിട്ടും ഫൈറ്റ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗോർ ഫൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ച് നല്ല വയലൻ്റ് ആയിട്ടുള്ള ഫൈറ്റ്സ് ആണുള്ളത്. പക്ഷേ അതിൽ കൂടുതലും നമ്മൾ ആ വയലൻസിനെക്കാളും നമ്മൾ ആ ഇമോഷനിലോട്ട് കണക്റ്റഡ് ആണ്. സോ ആ വയലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡ് സാധനങ്ങൾ മാത്രമാണ്. സോ ഹിയർ അത് ഈ രണ്ട് സിനിമയും ഈ മാർക്കോ എന്ന സിനിമയുടെ വയലൻസുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം അതൊരു 10 മടങ്ങ് കൂടുതലാണ് മാർക്കോയിൽ വയലൻസ് എന്നുള്ളൊരു ആ ഒരു സംഭവം ഒരു 10 മടങ്ങെങ്കിലും മാർക്കോയിൽ കൂടുതലാണ്. സോ അതൊക്കെ മനസ്സിൽ കണ്ട് ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക, കാണുക, കണ്ട് അഭിപ്രായം പറയുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമാണ് തോന്നിയത് സിനിമ കണ്ടിട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. നമുക്കൊരു പ്രോപ്പർ ഡിസ്കഷൻ ആവാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. പറയാൻ വിട്ടുപോയതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.